ഒരു മുഖം, ഒറ്റ പെയിൻറ് സ്ട്രോക്ക്. എന്നാൽ അതിൽ നിറയുന്നതോ പല മുഖങ്ങൾ. ചിലപ്പോൾ രാജാവ്, അല്ലെങ്കിൽ ചാരൻ, ഭ്രാന്തൻ, അങ്ങനെ പലതും. അതിനൊപ്പം തീവ്രതയോടെ പാടുന്ന കാഹളവും. ഇതാണ് പിക്കിംഗ് ഒപ്പേറ, ചൈനയുടെ അപാര കലയിലെ തിളക്കം. ശതകണക്കിന് കഥകളും മായാജാലങ്ങളും നിറഞ്ഞൊരു ലോകം. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഈ മുഖങ്ങൾ. പാടുന്ന കണ്ണുകൾ, ചമഞ്ഞ ധൈര്യവും ദുഃഖവും. ഇതൊരു നാടകമല്ല, ഇത് ശബ്ദത്തിലും വേഷത്തിലും ജീവിക്കുന്ന ഒരു ശബ്ദ കലാരൂപമാണ്. ചൈനയുടെ മനസ്സ്, അതിൻ്റെ ആത്മാവ്. 18-ാം നൂറ്റാണ്ടിൽ ചൈനയുടെ ഇമ്പീരിയൽ കൊട്ടാരത്തിൽ നിന്ന് ഉയർന്നതാണ് ഈ പിക്കിംഗ് ഒപ്പേറ, അതായത് ജിൻജു. ഗാനം, അഭിനയം, നൃത്തം, പടയോട്ടം എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു അത്ഭുത ലോകം. നീലയെങ്കിൽ അതൊരു ക്രൂരൻ, ചുവപ്പെങ്കിൽ അത് ധൈര്യവും നീതിയും. കാണുന്നവനെ തർക്കത്തിലാഴ്ത്തുന്ന കണ്ണുകൾ. അവൻ പാടുന്നതൊരു ഗാഥയല്ല, അതൊരു ആഹ്വാനമാണ്. ഇതാണ് പിക്കിംഗ് ഒപ്പേറ, ഒരു മുഖം, ഒരു ലോകം. ദ മോസ്റ്റ് പവർഫുൾ ഫേസ് ആർട്ട് ഓഫ് ചൈന. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഖങ്ങൾ നമ്മുടെ മുന്നിൽ മാറി മറിയും. പകൽ സൈനികനായിരിക്കുന്നവൻ രാത്രി രാജാവായി ചങ്ങാതിയായി മാറും. ആ വേഷത്തിൽ, ആ ശബ്ദത്തിൽ, ആ മുഖമുദ്രയിൽ തന്നെ. ഈ കലാരൂപത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആ മുഖം തന്നെയാണ്. ഒരു മുഖം നോക്കിയാൽ നമുക്ക് ആ കഥയറിയാം. ഒരു കണ്ണ് നീങ്ങിയാൽ ആ കഥയുടെ ദിശയും മാറും. കണ്ണിൻ്റെ ചലനം വരെ ഒരുപാട് പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഓരോ അടിയും ഒരു കഥ പറയുന്ന ചുവടാണ്. പിക്കിംഗ് ഒപ്പേറയിലെ ഗാനവും അതിലെ കഥാപാത്രങ്ങളും പ്രത്യേക അർത്ഥങ്ങൾ നിറഞ്ഞതാണ്. അതിലെ സംഗീതം ഒരു സാധാരണ സംഗീതമല്ല. വിരൽത്തുമ്പ് കൊണ്ടൊന്ന് ചലിപ്പിക്കുമ്പോൾ പോലും അതിൻ്റെ അർത്ഥം ചൊല്ലുന്ന രാഗങ്ങളാണവ. പ്രധാനമായും 4 തരം കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഷെൻ, പുരുഷ നായകൻ. ഡാൻ, സ്ത്രീ കഥാപാത്രം. ജിങ്, മുഖം പെയിൻറ് ചെയ്ത ശക്തൻ അല്ലെങ്കിൽ വില്ലൻ. ചൗ, ഹാസ്യ കഥാപാത്രം, ഒരു ക്ലൗൺ. ഓരോരുത്തരുടെയും ശബ്ദവും വേഷവും പ്രത്യേക അർത്ഥങ്ങൾ കൊണ്ടവർ തകർത്താടുന്നു. പിക്കിംഗ് ഒപ്പേറയുടെ കലാസമ്പത്തിൽ അതിൻ്റെ സംഗീതത്തിനും ചിത്രഭംഗിക്കുമൊപ്പം അതിൻ്റെ ആകർഷതയ്ക്ക് ഒരു അങ്ങേയറ്റമുണ്ട്. ആധികാരികമായ ആക്രോബാറ്റിക് പ്രയോഗങ്ങൾ, കുതിച്ചു ചാടുന്ന പെർഫോമൻസിൻ്റെ ഈ ചുവടുകളിൽ അതിൻ്റെ കഥകൾ ഇരട്ടിയായി ജീവിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃകമായി അംഗീകരിക്കപ്പെട്ട ഈ കലാരൂപം ഒറ്റ നോട്ടത്തിൽ കൈവിടാൻ കഴിയാത്ത ഒരു ദൃശ്യചാരുതയാണ്. ഇത് വെറുമൊരു കലയല്ല, ഒരു കാലമാണ്, ഒരു സംസ്കാരമാണ്. ഇത് കേൾക്കാനും കാണാനും കഴിയുക എന്നത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ലോകത്തിന് നമ്മളറിയാത്ത ഇതുപോലുള്ള പല മുഖങ്ങളുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ഈ കലാരൂപം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലുള്ള ലോക കലാരൂപങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ. അതുപോലെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഇനിയും അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.